95-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞതായ ഒരു വാക്ക്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്നെന്നൊരു പറയുന്നതായ ഒരു ദിവസത്തിന് കാലം നിശ്ചയമില്ല. ദൈവത്തിന് എന്നും ഇന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് ദൈവം ഇടപെടുമ്പോൾ അതൊക്കെയും ഇന്നാണ്, ഇന്നലെയല്ല. ഒരു ദിവസം തോറും ഇന്നലെ ഇടപെട്ടതുപോലെ അല്ല ദൈവം നമ്മോട് ഇന്ന് ഇടപെടുന്നു. കാരണം ഇന്നലെ തന്ന കൃപ കൊണ്ട് നമ്മെ നടത്തുവാൻ കഴിയില്ല. ഇന്നലെ തന്ന ആലോചന കൊണ്ട് നമ്മെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇന്നലെ തന്ന അഭിഷേകം കൊണ്ട് നമ്മെ ധൈര്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇന്നലെ നാം കേട്ടതായ ആ ദൈവ ശബ്ദം കൊണ്ട് നമ്മെ ഉറപ്പിക്കാൻ കഴിയുകയില്ല. ഇന്നൊരു പുതിയ ശബ്ദം. ഓരോ പ്രഭാതത്തിലും ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്, ഓരോ പ്രഭാതത്തിലും എൻ്റെ ദയ പുതിയതാകും. ഇന്ന് നിങ്ങളോട് ക്ഷമിക്കുവാനും കാണിക്കുവാനും എനിക്കൊരു ദയ പ്രത്യേകം വേണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മനുഷ്യൻ എപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്ന്, ദൈവം മനുഷ്യനെ നടത്തിയതായ വിധങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് മറന്ന് അവരുടെ ജീവിതത്തിൽ അവരല്പം നന്മകളും ഉയർച്ചകളും സൗഖ്യവും ഒക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, ദൈവം പഴയ കാലങ്ങളിലൊക്കെ നിന്നെ നടത്തിയ വിധത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഇയ്യോബിന്റെ ഭാര്യയെ പോലെ. തീർച്ചയായിട്ടും ഇയ്യോബ് ഒരു ധനികനായ മനുഷ്യനായിരുന്നു. ഊസ് ദേശത്ത് പ്രാർത്ഥിതനായ ഇയ്യോബിന് ധാരാളം ആടുമാടുകളും ദാസന്മാരുമുള്ള ഒരു ഭവനത്തിലേക്ക് വിവാഹം ചെയ്തു വന്ന ഭാര്യ. അവൾ കണ്ടതെല്ലാം സമൃദ്ധിയുടെ അന്തരീക്ഷം. ഇഷ്ടംപോലെ ദാസന്മാർ, ജോലിയൊന്നും ചെയ്യേണ്ട, സുഖമായിട്ട് അങ്ങ് ഇരുന്നാൽ മതി. ധാരാളം ദാസന്മാർ. അവിടുത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യുവാനുണ്ട്. ഒരു ദിവസം ദൈവം അയച്ചിട്ട് ഈ നന്മയെല്ലാം അടിച്ച് തൂത്തെടുത്ത് ദൂരെ കളഞ്ഞു. അവൾ ദുഃഖിതയായി ഇയ്യോബിനോട് പറയുകയാണ്. അവന്റെ അവസ്ഥ കണ്ട് അവൾക്ക് വളരെ നിരാശ തോന്നി. ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടി, ഓട്ടുകഷ്ണം വിട്ട് ശരീരം മാന്തി, നീറ്റിൽ സഹിക്കാൻ വയ്യാതെ ഒരു മരുന്നെന്നോ അല്ലെങ്കിൽ ഒരു ആശ്വാസമെന്നോ എന്നോണം ചാരം വാരിയിട്ട് ആ ചാരത്തിൽ കുത്തിയിരിക്കുന്ന ഇയ്യോബിനെ കണ്ട് ഭാര്യയ്ക്ക് ദേഷ്യം വന്നു. അവൾ പറയാണ്, ഇനിയെങ്കിലും നീ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് നീ അങ്ങ് മരിച്ചു കളക എന്ന് പറഞ്ഞാൽ, എപ്പോഴെങ്കിലും ഇവൻ ദൈവത്തെ ത്യജിച്ച് പറയുമ്പോൾ മരണം ഉറപ്പാണെന്ന് അവൾ കണ്ടുപിടിച്ചു. ബുദ്ധിയുള്ളവളാണ് അവൾ. അവൾ ഇയ്യോബിനെ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ ദിവസവും ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവത്തിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും യാഗങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവന് ദൈവത്തിൽ എത്രമാത്രം സന്തോഷിക്കുന്നതെന്നൊക്കെ ഈ ഭാര്യ കണ്ട് അങ്ങ് മടുത്തു. അവൾ ഇതൊന്നും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ചെയ്യാമെന്നൊന്നും എഗ്രിമെന്റ് ചെയ്തുകൊണ്ടൊന്നും അല്ല അവന്റെ ഭവനത്തിൽ വന്നത്. അവനോട് പറയുകയാണ്, ഇന്നെങ്കിലും ഇതെല്ലാം ത്യജിച്ചു പറഞ്ഞ് നീ അങ്ങ് മരിച്ചു കളക. യോബ് തന്റെ ഭാര്യയോട് പറയുന്ന ഒരു വാക്ക്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ധാരാളം നന്മകൾ നമ്മൾ അനുഭവിച്ചില്ലേ? അപ്പോൾ നീ കണ്ട പല മഹത്വങ്ങളും അനുഗ്രഹങ്ങളും സമൃദ്ധികളും ഞാനത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാ, ഞാനായിട്ടുണ്ടാക്കിയതല്ല എന്നുള്ളതായ ഒരു നിശ്ചയം യോബിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇന്നലകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ പാതയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്ര പ്രാവശ്യമാണ് നമ്മുടെ നിലവിളി കേട്ട് തമ്പുരാൻ ഓടി വന്നതെന്നറിയാമോ? ഒരു സ്നേഹിതനെ പോലെ, രക്ഷകനെ പോലെ, സൗഖ്യദായകനെ പോലെ, ആശ്വാസദായകനെ പോലെ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സരിയുന്ന ദൈവം ആശ്വാസത്തിന്റെ വാക്കുകൾ വേദിക്കൊണ്ട് ഭയപ്പെടേണ്ട. അങ്ങനെ ആർക്കാ പറയാൻ കഴിയുക? നമ്മുടെ അപ്പന് നമ്മളോട് പറയാൻ കഴിയുമോ? നമ്മുടെ പിതാക്ക് അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ മുതലാളിക്ക് നമ്മളോട് പറയാൻ കഴിയുമോ ഭയപ്പെടേണ്ടെന്ന്? കാരണം അവരും ഭയപ്പെടുന്നവരല്ലേ. ഭയമില്ലാത്ത ഒരു വ്യക്തിയാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എൻ്റെ വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറഞ്ഞതായ വാഗ്ദത്തം നമ്മുടെ കയ്യിൽ തന്നപ്പോൾ നമ്മുടെ വലത് കൈക്ക് പിടിച്ച്, കരത്തിൽ പിടിച്ച്, സ്തോത്രം,
ബലത്തിന്റെ കയ്യിൽ പിടിച്ച്, ബലമുള്ള കൈ കൊണ്ട് പിടിച്ച് നമ്മളെ നടത്തി. പലപ്പോഴും യാബോക്ക് നദികൾ കടന്ന് നമ്മൾ ഇക്കര വന്നു. ദേശത്തെ സമൃദ്ധികൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി പുറമോട്ടൊന്ന് തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ശബ്ദം മുഴുവനും ഇന്നലെ കേട്ട ശബ്ദമല്ല, ഇന്ന് അവന്റെ ശബ്ദം പുതിയതാണ്. ഇന്ന് അവനോടുള്ള പ്രാർത്ഥന, നിന്റെ അപേക്ഷ പുതിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലത്തെ ആഹാരം കൊണ്ട് ഇന്ന് നിന്റെ ശരീരം പുഷ്ടി പ്രാപിക്കാൻ കഴിയുകയില്ല. കാലം ഒത്തിരി മാറി. നിന്റെ ശരീരത്തിനും മനസ്സിനും ഒക്കെ വ്യത്യാസം വന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. സംസാര ശൈലിക്കൊക്കെ വ്യത്യാസം വന്നു. അതുകൊണ്ട് ഇന്നെന്ന് പറയുന്ന ദിവസത്തിന്റെ പ്രാധാന്യത കർത്താവ് പറഞ്ഞു, നാളത്തേക്കായിട്ട് ചിന്തിക്കരുത്. ഇന്നത്തെ ദോഷം ഇന്നത്തേക്ക്, അതാത് ദിവസത്തെ ദോഷം അതാത് ദിവസത്തിന് മതി എന്ന് പറഞ്ഞാൽ, നാളത്തേക്കുള്ളതായ പാപങ്ങളൊന്നും ഇന്നേ സമ്പാദിച്ചു വയ്ക്കരുത്. ചിലരങ്ങനെയാണ്. തലമുറയായി ശാപവും ദുഃഖവും സങ്കടവും വേദനയും അലോഹ്യവും തമ്മിലടിയും പ്രശ്നങ്ങളും വീട്ടിൽ വന്നു കയറി പോകത്തക്ക രീതിയിൽ അനേക പ്രശ്നങ്ങൾ അവർ സമ്പാദിച്ചു വയ്ക്കും. കർത്താവ് പറഞ്ഞു, അതാത് ദിവസത്തിന് അതാത് ദിവസത്തെ ദോഷം മതി. ദൈവത്തിന് നിനക്ക് ഇന്നത്തെ കാര്യം തീർത്താൽ മതിയല്ലോ. നാളെ ഒരു പുതിയ ദിവസം. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം മരുഭൂമിയിൽ എന്ന പോലെ കഠിനമാക്കരുത്. നിങ്ങളുടെ പിതാക്കന്മാർ ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തെ കോപിപ്പിച്ചു. എന്താണ് ഈ ദൈവത്തെ കൂടുതൽ അങ്ങ് കോപിപ്പിച്ചത്? ദൈവത്തോട് ചോദിക്കുന്ന, ഇങ്ങനെ മരുഭൂമിയിൽ ഈ പാറയിൽ നിന്ന് വെള്ളം തരുവാൻ നിനക്ക് കഴിവുണ്ടോ? ചെങ്കടലിനെ വറ്റിച്ച് കളഞ്ഞ് ഉണങ്ങിയ നിലത്തുകൂടെ നിന്നെ നടത്തിക്കൊണ്ടുവന്ന് നിന്റെ പിതാക്കന്മാരെ കൊണ്ടുവന്നവൻ, ഇരുമ്പുലിയാകുന്ന മിസ്രയീമിൽ നിന്ന് ഒരു മനുഷ്യരെ കൊണ്ട് അവന്റെ ഹൃദയം, ഫറവോന്റെ ഹൃദയം അലിയിപ്പിക്കുവാൻ കഴിയാൻ കഠിന ഹൃദയം, കഠിനമായ ഇരുമ്പുലയിൽ നിന്ന് നിന്നെ വിടിവിച്ചു കൊണ്ടുവന്ന്, തീച്ചുളയിൽ നിന്ന് വിടിച്ചു കൊണ്ടുവന്ന് ഭക്തന്മാരുടെ ശക്തന്മാരുടെ ആഹാരമൊക്കെ തന്ന് നീ തിന്നു കൊഴുത്ത് നല്ല സുഖമായിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവത്തോട് ചോദിക്കുകയാണ്, ഓ, ഈ പാറയിൽ നിന്നും നിനക്ക് വെള്ളം തരാൻ കഴിയുമോ? ദൈവത്തിന്റെ ചെവികൾ ആ ശബ്ദം ശ്രവിച്ചപ്പോൾ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരികയുണ്ടായി. ആ കാലത്തെ ഓർപ്പിച്ചുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഇത്ര കാലത്തിന് ശേഷം പൗലോസ് പറയുന്ന ആ ഓർമ്മപ്പെടുത്തൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏതാണ്ട് 400 വർഷത്തിനു മുമ്പ് നടന്നതായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ദാവീദ് വീണ്ടും ഓർപ്പിക്കുന്നു. ഇത്ര കാലത്തിനു ശേഷം ദൈവം ഒരു സമയം നിശ്ചയിക്കുന്നു. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദാവീദ് അത് ഏറ്റുപാടുകയാണ്. അതിന്റെ അർത്ഥം, ഇന്ന് ദൈവത്തിന്റെ ശബ്ദത്തിന് മാറ്റൊന്നും കുറഞ്ഞിട്ടില്ല. ഇന്നലെ കേട്ട ശബ്ദവും ഇന്ന് കേൾക്കുന്ന ശബ്ദവും തമ്മിൽ വലിയ ക്ഷീണമൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു മാറ്റം കൂടെ, ഒരടിയുടെ 10 ഡിഗ്രിയുടെ 100 ഡിഗ്രിയുടെ 1000 ഡിഗ്രിയുടെ അങ്ങോട്ട് കൂടിയത്, ഡെൻസിറ്റിയുടെ കൂടിയതേ ഉള്ളൂ ദൈവത്തിന്റെ ശബ്ദത്തിന്. അങ്ങനെയെങ്കിൽ മരുഭൂമിയിൽ ഇസ്രായേൽ ജനങ്ങളോട് സംസാരിച്ച ദൈവത്തിന്റെ വാക്കുകളിൽ നിന്ന് എത്രയധികം വ്യത്യസ്തമാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ കൂടെ, തന്റെ പുത്രനിൽ കൂടെ നമുക്ക് തന്നായ വാഗ്ദത്തത്തിന്റെ ആ ഉറപ്പ്, ലോക അവസാനത്തോളം, ലോകം അവസാനിക്കുന്നത് വരെയും, നിന്റെ ജീവകാലത്തിന് അവസാനം വരെ എന്ന് മാത്രമല്ല പറഞ്ഞത്, നിന്റെ തലമുറകളുടെയും അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വാഗ്ദത്തമാണ്. ഏറ്റുകൊള്ളുന്നവർ ഇന്ന് പറയുന്ന വാഗ്ദത്തമായി അത് ഏറ്റെടുക്കണം. 2000 വർഷത്തിന് മുമ്പ് യേശു പറഞ്ഞ വാഗ്ദത്തമല്ലത്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന വാഗ്ദത്തമായി അതിനെ ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ അത് പ്രാവർത്തികമാകുന്നത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് ഇസ്രായേൽ ജനത്തോട് ഏതോ 1000 വർഷം 5000 വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച വാക്കിന്റെ ശബ്ദത്തെ അല്ല നമ്മൾ കേൾക്കുന്നത്.
അതിനേക്കാളും മാറ്റ് ചേർത്ത്, ശബ്ദം ചേർത്ത്, മാറ്റൊലി ചേർത്ത് ഒരു വലിയ തരംഗമായി നമ്മോട് സംസാരിക്കുന്ന വാക്ക് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വാക്കായി നിങ്ങളത് അംഗീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരോട് വന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ പിടിച്ചത് വല്ലതുമുണ്ടോ? നിങ്ങളുടെ കഷ്ടത്തിലും ഇല്ലായ്മയിലും നിങ്ങൾക്ക് എന്ത് പിടിക്കാൻ കഴിയും? കർത്താവിനറിയാം അവരുടെ കയ്യിൽ ഒരു ചെറിയ ഒരു കൊച്ചു മീനെ പോലും കിട്ടിയില്ല. അവരുടെ കയ്യിൽ ശൂന്യമാണെന്ന് കർത്താവിനറിയാം. എങ്കിലും അവരോട് ദൈവം ചോദിക്കുന്ന, ശിഷ്യന്മാരോട് കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി ചോദിക്കുന്നത്, ഇപ്പോൾ പിടിച്ച മീൻ വലുതുമുണ്ടോ? അവർ പറയാണ്, ഗുരു, നിനക്കറിയാം ഞങ്ങൾ രാത്രി മുഴുവനും പാടുപെട്ട് തണ്ടുവലിച്ചു, ഞങ്ങളുടെ അറിവും ജ്ഞാനവും എല്ലാം ഞങ്ങൾ ചെലുത്തി, ഒന്നും കിട്ടിയില്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിന് പരിഹാരമുണ്ടാക്കി. ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നിടത്ത് ദൈവം ചില പരിഹാരവുമായി വരും. ചില വലതുവശങ്ങളെ ദൈവം കാണിക്കും. നാം വീശേണ്ടതായ ഭാഗങ്ങളെ ദൈവം നമുക്ക് എടുത്ത് കാണിക്കും. കടലിനെയും കരയെയും ഓളങ്ങളെയും തിരിച്ചറിയുന്നവൻ, സൃഷ്ടിച്ചവൻ, അതിന്മേൽ കൽപ്പനയുടെ അധികാരമുള്ളവൻ, അവൻ പറയാണ്, വലതുവശത്ത് വല വീശുവിൻ. ശിഷ്യന്മാർക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ വലതുവശത്ത് വലിയ പെരുക്കൂട്ടമുണ്ടെന്നുള്ളത്. പക്ഷെങ്കിൽ അവരുടെ ദൃഷ്ടിയിൽപ്പെടാത്ത ചിലത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെടും. നമ്മുടെ ദൃഷ്ടി കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തത് പലതും ദൈവത്തിന് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്നതായ വലിയൊരു ശക്തിമത്തായ സന്ദേശം. ഇന്ന് കഴിഞ്ഞ വർഷമല്ല, കഴിഞ്ഞ കാലങ്ങളിലല്ല, കഴിഞ്ഞ യുഗത്തിലല്ല, ദാവീദിന്റെ യുഗത്തിലല്ല, പൗലോസിന്റെ യുഗത്തിലല്ല, മോശയുടെ യുഗത്തിലല്ല, ആദാമിന്റെ യുഗത്തിലല്ല, ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്, അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവനിൽ ശക്തിയുണ്ട്, നിന്നെ നടത്തുവാൻ ശക്തിയുണ്ട്, ബലമുണ്ട്, നിന്നെ സൗഖ്യമാക്കുവാൻ ശക്തിയുണ്ട്. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നോട് കരുണയുണ്ടാകുവാൻ ദയാലുവായ ദൈവം. അവൻ പറയും, എൻ്റെ ദയ പുതിയതാകുന്നു ഓരോ പ്രഭാതത്തിലും. ഇന്ന് ഈ പ്രഭാതത്തിലും ഈ ദിവസത്തിലും നിനക്ക് പുതിയ ദയയുമായി, പുതിയ ക്ഷമയുമായി, പുതിയ കരുണയുമായി, പുതിയ മനസ്സരിവുമായി ദൈവം നിന്നെ സന്ദർശിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കാതെ, എനിക്ക് ശക്തിയുണ്ട്, എൻ്റെ കരുത്തിന് ബലമുണ്ടെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ എനിക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് സമാധാനം പ്രാപിക്കുവാൻ, പ്രശ്നങ്ങളുടെ മുൻപിൽ, തീരാത്ത കണ്ണുനീരിന്റെ മുൻപിൽ ദൈവത്തിന്റെ വാക്ക് അവിടെ ഉച്ചരിക്കപ്പെടുമ്പോൾ, അവിടെ ധ്വനിക്കപ്പെടുമ്പോൾ പരിഹാരവുമായി കടന്നു വരുന്ന ദൈവത്തിന്റെ മുഖത്തെ കാണുവാൻ ഈ പ്രഭാതം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.